എന്തുണ്ടായത്? ഇമ്മോറൽ ട്രാഫിക്കോ? എന്തുട്ടാ എന്റെ വകുപ്പ് എന്ന് എനിക്കറിയോ? ഇപ്പൊ മനസ്സിലായ കുറിപ്പ് ഞാൻ പറയുന്നത് മുഴുവൻ നോണയല്ലാന്നുള്ളത്. ഏത് നേരം രണ്ടെണ്ണം ഇവിടെ ഓ എന്റെ മന്ദര തള്ളേ, എന്നോട് ഈ ചതി കാണാമായിരുന്ന? നിങ്ങളൊക്കെ ധൈര്യം തന്നിട്ടല്ലേ ഞാൻ കയറി പ്രേമിച്ചത്? ധൈര്യം തന്നതൊക്കെ നേരാ. എന്നാ വിചാരം നിനക്ക് ഉണ്ടായോ? പ്രേമിച്ചു എന്ന് പറഞ്ഞപ്പോഴേ കൊണ്ട് കേറിയ കൊണ്ട് പ്രേമിച്ചു വിട്ടു. എന്നാ വകയിൽ ഒരു കാലി ചായ എന്ന് വെച്ച് ഓ ദേഷ്യം കൊണ്ട് നാട്ടിലൊറ്റ തെറി പോലും വരുന്നില്ലല്ലോ എന്റെ മന്ദര തള്ളേ. നടക്കാ സ്റ്റേഷനിലേക്ക് എന്റെ നാഭിക്കിട്ട് പിടിക്കട്ടെ ഞാൻ. അയ്യോ അമ്മാവനാ നിന്റെ തന്തയുടെ അമ്മാവൻ. എന്റെ ആ യൂണിഫോം ഒക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയോ? നടക്ക് നടക്ക് നടക്ക്. ഈശ്വരാ, ഇനി ഒരു കുറിച്ചും കേട്ടോ ഒരു പെഗ്ഗും ഉണ്ടാവരുതേ. നടക്കണം നടക്കണം. എന്റെ നാഭിക്കിട്ട് തൊഴിക്ക് ഞാൻ പട്ടിപ്പൊപ്പ്. ഈ പെങ്കളാവിടെ നിൽക്കുന്നോണ്ട് സാക്ഷാൽ തെരുവെന്ന് ഞാൻ വിളിക്കണില്ല. ഈ വനിതാ പോലീസ് എന്ന വർഗം സ്റ്റേഷനിൽ കയറിയോടുകൂടെ മനുഷ്യന് മനസ്സറിഞ്ഞ് തെറി വിളിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് അങ്ങോട്ട് പോയി. ഈ പ്രശ്നത്തിന്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്താൽ ഡിപ്പാർട്ട്മെന്റ് വളരും അല്ലേ ഉള്ള സാറേ? വെള്ളനെട്ടാ വെള്ളം എനിക്കൊരു ചുക്കും വരാനില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ തന്ത്രം വകയൊന്നുമില്ലല്ലോ. എന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. പിള്ളേ, പഴയ ഫയലൊക്കെ ഒന്ന് തപ്പിട്ട് അതിൽ തെളിയാണ്ട കിടക്കുന്ന കേസ് വല്ലതുണ്ടെങ്കിൽ ഒക്കെ അവന്റെ തലയ്ക്കങ്ങട് വെച്ചു കൊടുക്ക്. അതിനു മാത്രമുള്ള കേസൊന്നും ഇവിടെ കെട്ടിരിപ്പില്ല സാറേ. എന്റെ പെങ്കടാവേ, നീ ഏത് നാട്ടുകാരിയാണ്? ഈ ഒറ്റ സ്റ്റേഷൻ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. തൊട്ടടുത്ത സ്റ്റേഷനിൽ തെളിയാണ്ട കിടക്കുന്ന കേസ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു 3 നാളിന് ഇങ്ങോട്ട് കടം മേടിക്കേ, ഇട്ട് കൊടുക്കാൻ അവന്റെ പടലിക്ക്. അടുത്ത മാസം നമുക്ക് ഇഷ്ടം പോലെ കേസ് കിട്ടുമ്പോ അവർക്ക് തിരിച്ചു കൊടുക്കാലോ. അത്താഴപ്പട്ടിണിയായി, പുറത്തൊന്നും വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. നാശം, ആ പോസ്റ്റൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നാട്ടിന്ന് മാറുന്നില്ല. എന്തിനാ ചാടിക്കറി കഴിച്ചേ? ആ ഇതിപ്പോ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? കട്ട്ലേറ്റ് കടിച്ചപ്പോ എക്സ്പ്രഷൻ കാണായിരുന്നു. അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ? കടിച്ച് ചത്തു കൂടും. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. എന്താ എന്നെ ഇവിടെ വരാൻ? എന്താ ഉണ്ടായി? എനിക്കിപ്പോ രണ്ടാണെന്ന് പറയണം. വാറ കൊടുക്കുന്ന അവനോ ഞാനോ? കാര്യം പറ. എന്തായാലും ആന ഇവിടെ വെക്കുന്ന തോക്ക പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട, എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. തണുപ്പത്തിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടല്ലേ, ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിട്ടത് പേടിയോ? എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്കൊരു കൂട്ട്. കണ്ണൂടെ വിചാരിക്കുന്നു ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോവാണോ? ആ നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ ഇടാ അങ്ങനെ പോവാണ് ഇതിന്. മക്കളെ പ്രാർത്ഥിക്കട്ടാ. ആ ഇതിനു മുമ്പ് നിനക്കനെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? പേടിച്ചോടി. എവിടെയാണ് അവൻ? ആര്? എന്റെ അളിയനാ. അതെവിടെയെന്ന് നോക്കാൻ. പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണത്. എവിടെ ഓനെവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? ആടക വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? തലേന് മുമ്പനെ തൊപ്പി അന്നലെ ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ ലൈറ്റ് കളഞ്ഞു, അതിന് ഞാൻ അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരുടെ മിസ്? ഇതെന്താ എന്റെ നെഞ്ചിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു, അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈ പറഞ്ഞ ഒന്നും പറഞ്ഞു പെട്ടെന്ന് വടിയതേ. വരുന്ന
അത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു അതെ, എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? ബൊബാലി ചത്തു, ബൊബാലി ചത്തു, ബൊബാലി ചത്തു. മുതലാളി, മുട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയടോ, ഈ സാധനം കൈ കിട്ടിയപ്പോഴേ ഈ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും മുതലാളി, നായ്ക്കള് കോറസായിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വര, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? പ്രതിമയ്ക്ക് ബാധ വതിലോ മണ്ണാങ്കട്ട, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാ. സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട്ട് കയറിയട്ടെ. പട്ടികൾ ചാവാണ് ഞാൻ കുഴിച്ചിട്ടുള്ള, അല്ലെ ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിടുന്നു? അതെ, ഉപ്പിനകത്ത്. ബ്ലഡി ഫൂൾ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞടാ. പറഞ്ഞു. എന്നാൽ ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ബുദ്ധിമുട്ടാ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്. വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പൊ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും മുതലാളി. നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട. വീട്ടിൽ പോയിക്കോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റൊന്നും വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും. ഞാൻ ഇനി വേറെ ഡ്രൈവർ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകാൻ അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ. എനിക്കൊരു വിരോധമില്ല. എന്റെ പട്ടി വരും. എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്. അതെ,